നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനസ്സിലായി പറഞ്ഞോളൂ. എന്തായി കാര്യങ്ങളൊക്കെ? സാർ പ്രസാദിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കടൽ തീരത്ത് തെക്ക് ഭാഗത്തുണ്ട്. ഒന്നിവിടം വരെ വരാൻ പറ്റുമോ? അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ടെന്ന് എന്നോട് പറഞ്ഞേ. ഓ ശരി ഞാൻ വരാം. ഒരു 2 മിനിറ്റ്. ഓ ശരി. പ്രസാദ് വരാന്ന് പറഞ്ഞു സാർ. പ്രസാദ് വരട്ടെ, ഞാൻ സംസാരിക്കാം. സർ. പ്രസാദ് വളരെ വേഗം എത്തിയല്ലോ. ഞാനിവിടെ അടുത്തുണ്ടായിരുന്നു സർ. എന്താ സാർ വിളിച്ചത്? പ്രസാദ്, ഇന്ന് എന്റെ ഭാര്യയുടെ ആണ്ടുബലി ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. മരണം നടന്നിട്ട് 7-8 വർഷം കഴിഞ്ഞു. പക്ഷേ ബലികർമ്മങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓരോരോ കാരണങ്ങൾ കൊണ്ട് ആ ചടങ്ങുകളൊക്കെ മുടങ്ങിപ്പോയത്. ഇപ്പൊ ഇതാ ഈ ബലികർമ്മങ്ങൾക്കിടയിലും ചെറിയ അപശകുനങ്ങൾ. പരിഹാരമായി ഒരു അന്നദാന ചടങ്ങ് നടത്തണമെന്നാ തിരുമേനി പറയുന്നത്. അതിനുവേണ്ട ഏർപ്പാടുകൾ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു തരണം, അത്യാവശ്യമാണ്. അയ്യോ സാർ, ഞാനും ഫാമിലിയായി ഇതുപോലൊരു ചടങ്ങിന് വേണ്ടി വന്നതായിരുന്നു. അതിന്റെ തിരക്കിലാണ് ഇപ്പോഴും. അതുമല്ല, ഇന്ന് വേറെ ചില വർക്കുകൾ വന്നതുപോലും ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അന്നദാനത്തിന് എന്ത് ചെയ്യാനാണ് സാർ? പ്ലീസ് പ്രസാദ്, നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഇത് നടക്കും. നിങ്ങൾക്കറിയാലോ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. എല്ലാത്തിനും കാരണം എൻ്റെ ഭാര്യയുടെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ലെന്നതാ ജ്യോത്സ്യന്മാർ പറയുന്നത്. ഇന്നതാ ഞാനത് ചെയ്യുന്നു. അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിങ്ങൾ ഇതുകൂടി ഒന്ന് ചെയ്തു തന്നാൽ പുണ്യം കിട്ടും. എൻ്റെ ഭാര്യയുടെ ആത്മാവിന് മോക്ഷവും. പ്രസാദേ, നിങ്ങളെ ഇദ്ദേഹം ഒരു അനുജനെ പോലെയാണ് കാണുന്നത്. സാറിൻ്റെ ഭാര്യയെ സ്വന്തം ജ്യേഷ്ഠത്തെയായി കണ്ട് ഈ അന്നദാനം ഒന്ന് നടത്തി കൊടുക്കണം പ്ലീസ്. ശരി സാർ, ഞാനൊന്ന് ട്രൈ ചെയ്യാം. സ്റ്റാഫുകളെ വിളിച്ചു പറഞ്ഞ് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. താങ്ക് യു പ്രസാദ്. യു ആർ റിയലി ലൈക്ക് മൈ ബ്രദർ. ശരി, ഞാനൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ നോക്കട്ടെ. പ്രസാദ്, ഒരു മിനിറ്റ്. നിങ്ങളുടെ സ്വന്തം ജ്യേഷ്ഠത്തിക്ക് പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകും. അവൾക്ക് വേണ്ടിയല്ലേ ഈ അന്നദാന ചടങ്ങ് നടത്താൻ പോകുന്നത്. പുഷ്പം അർപ്പിച്ചോളൂ. ശരി സാർ. ഇനി ബലിപിണ്ട സമർപ്പണമാണ്. പിണ്ടം എടുത്തോളൂ. ജലത്തിൽ സമർപ്പിക്കണം. അതിനായി പോകാം. എടുത്തല്ലോ. പോകാം. പോകാം. ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ ഇതെല്ലാം എടുത്തു വെക്കും. ശരി ചേച്ചി, വാ. ഇവരിപ്പോ അങ്ങോട്ട് പോയ മേഘനാഥന്റെ കണ്ണിപ്പെടുവല്ലോ ഭഗവാനെ, ചതിച്ചോ? അച്യുത് മോനെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഈ ചടങ്ങിന്റെ കാര്യ ഞാൻ നേരത്തെ പറഞ്ഞത് സാർ. ഫോണിലൂടെ തന്നെ അന്നദാനത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. അല്പം വൈകിയാണെങ്കിലും അത് നടക്കുന്നുള്ളത് ഉറപ്പാ. ഓ താങ്ക് യു പ്രസാദ്, താങ്ക് യു വെരി മച്ച്. അല്ല, അച്യുത് ആർക്ക് വേണ്ടിയാ ബലിയിടുന്നേ?
അഞ്ജലിയുടെ ചേച്ചിക്ക് വേണ്ടിയാണ് സാർ. ഇന്നാണ് ആ ബലി. ഓ ഐ സി. ശരി വാമനെ, നീ ഇനി എന്റെ കൂടെ നടന്നോ. എന്റെ വലം കൈയല്ലേ നീ. ആൺമക്കളെയാ അച്ഛന്മാര് വലങ്കൈ എന്ന് പറയുന്നത്. ഇവനും എന്റെ മകൻ തന്നെയാ. സംശയമുണ്ടോ തനിക്ക്? അയ്യോ ഇല്ലേ. വാടാ. ആ വേണുട്ട മതി. ഇനി എനിക്ക് ഓടാൻ വയ്യ. ഇനി പറ, എന്താ ഇത്ര പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്? ഒരേ ഒരു കാര്യം, ഞാൻ ആവശ്യപ്പെടുന്ന ഈ കാര്യം നടത്തിത്തരാൻ ഈ ലോകത്ത് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിനക്ക് മാത്രം. വേണുവേട്ടൻ ഇത് പറഞ്ഞെന്നെ പേടിപ്പിക്കുകയാണല്ലോ. എന്താ കാര്യമെന്ന് പറ. വെറുതെ പറഞ്ഞതല്ല, എനിക്ക് വേണ്ടി മാത്രമായി ആവശ്യപ്പെടുന്നതുമല്ല. ഒരു ഗ്രാമം മുഴുവനുമാ നിന്റെ മറുപടിക്കായി കാത്തിരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ നിന്റെ സമ്മതത്തിനായി വഴിപാട് നേർന്നിരിക്കണവർ. തൃപ്പങ്കോട്ട് ദേശത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. തൃപ്പങ്കോട്ട് വാസുദേവന്റെയും സുഭദ്രാമ്മയുടെയും പ്രിയപ്പെട്ട പ്രജകളെ പറ്റി. ഞാൻ എന്താ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? 2 കാര്യങ്ങൾ. വരുന്ന പൗർണമിക്ക് പൂർണ്ണ കുംഭ പ്രദക്ഷിണം, പിന്നെ ഉടവാൾ സമർപ്പണ പൂജയും. അറിയാലോ ഉത്സവത്തെ പറ്റി. ഈ വരുന്ന ധനുമാസത്തിലെ പൗർണമി നാളിൽ രാധ തൃപ്പങ്കോട്ടേക്ക് തിരിച്ചു വന്നേ പറ്റൂ. പ്രപിതാമഹന്മാരുടെ ആത്മാക്കളെയും തൃപ്പങ്കോട്ട ജനതയെയും സാക്ഷിയാക്കി അവിടുത്തെ അംശാധികാരം ഏറ്റെടുക്കണം. പൂർണ്ണകുംഭ പ്രദക്ഷിണവും ഉടവാൾ പൂജയും നടത്തി ദേവീനടയിലെ തിരുവുത്സവ ചടങ്ങുകൾ പൂർത്തിയാക്കണം. നാടിന്റെ നഷ്ടപ്പെട്ട ഐശ്വര്യവും ഐക്യവും വീണ്ടെടുക്കണം. അതാണ് ആവശ്യം. എന്താ നീ ആലോചിക്കുന്നത്? ഞാൻ എങ്ങനെയാ ഈ അവസ്ഥയില്? ഒരവസ്ഥയുടെ ഇളവുമില്ല ഇവിടെ. നിനക്ക് മാത്രമേ അത് പറ്റൂ. അതാണ് കീഴ്വഴക്കവും. തൃപ്പങ്കോട്ട രാജരക്തം സിരയിലോടുന്ന രാധയോട് ഞാനത് ഇനിയും പറഞ്ഞ് മനസ്സിലാക്കണോ? ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷയാണ്. നീ ഒരു എസ് പറഞ്ഞാൽ അവരെല്ലാം നിന്റെ കൂടെ ഉണ്ടാവും എപ്പോഴും. എനിക്കറിയാം വേണുവേട്ടാ, ഞാൻ മനസ്സിലാക്കുന്നു കാര്യങ്ങള്. പക്ഷേ എന്താ ഈ പക്ഷേ? എനിക്കൊന്ന് ആലോചിക്കണം. അതിന് അല്പം സമയം വേണം എനിക്ക്. എന്ന് പറഞ്ഞാൽ വരാൻ പറ്റില്ലെന്നാണോ? അയ്യോ, നോന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ. ആലോചിക്കാൻ അല്പം സമയമല്ലേ ചോദിച്ചത്? പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.